മഹാത്മാഗാന്ധിയുടെ തോർത്തും അംബാനിയുടെ കോട്ടും ഒന്ന് ലേലത്തിൽ വെച്ച് ഏതിനായിരിക്കും വില കിട്ടാൻ? ഏതിനായിരിക്കും വില കിട്ടാൻ പോകുന്നത്? മഹാത്മാഗാന്ധിയുടെ തോർത്തിന്. ഏത് ബ്രാൻഡ് എടുത്തു എന്നുള്ളതല്ല, ആരെടുത്തു എന്നുള്ളതാണ് പ്രധാനം. വിനയമുള്ള ഒരു മനുഷ്യൻ ധരിക്കുന്ന തോർത്തിനും അവരുപയോഗിക്കുന്ന വസ്തുക്കൾക്കുമൊക്കെയുള്ള വില വർദ്ധിക്കപ്പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ വില എന്ന് പറഞ്ഞാൽ അവൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അല്ല. ആ പശ്ചാത്തലത്തിൽ വിനയം എന്ന് പറയുന്ന ഒരു ആശയത്തെ എത്ര സുന്ദരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ഓർക്കണം. ഈ ശരിക്കും പറഞ്ഞ മനുഷ്യത്വത്തോട് ഇടപെടാനുള്ള വലിയ ആഹ്വാനം ഈ സൃഷ്ടികഥ തന്നെ എത്തിച്ചേരുന്ന എവിടെയാ? ആദമിലും ഈവിലേക്കുമല്ലേ? ആദം ആൻഡ് ഈവ്, ഹവ്വയിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പടച്ചോൻ ഈ ലോകത്ത്, സൃഷ്ടിതാവ് ഈ ലോകത്ത്, ദൈവം ഈ ലോകത്ത് എത്ര ജാതികളെ സൃഷ്ടിച്ചു? നമ്മൾ പിന്നീട് പല പല തലങ്ങളിലേക്ക് മാറി 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 മനുഷ്യൻ ഭിന്നിച്ച് ചേരി തിരിഞ്ഞ് പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. ഈ മത്സരം ഒന്നും നമ്മളെ എങ്ങും എത്തിക്കുകയില്ല എന്നുള്ള തലം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ശരിക്കും നമ്മൾ ഓർക്കേണ്ടതായ ചില തലങ്ങളിലേക്ക് മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല ജീവിക്കേണ്ടത്, ഈശ്വര പ്രീതിക്ക് വേണ്ടി, ദൈവ പ്രീതിക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് സൃഷ്ടി മുഴുവനും സന്തോഷത്തോടെ കഴിയണമെന്നുള്ള വലിയ തലം നമ്മൾ ഓർക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല ഈ സ്ത്രീകൾക്കൊക്കെ പിന്തുടർച്ചാവകാശം എന്ന് പറയുന്ന ഒരു തലം, ഒരു സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി സ്വപ്നം കണ്ട ഗുരുവിന്റെ ദർശനം കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. മറ്റു മതങ്ങളോട് അദ്ദേഹം പുലർത്തിയ ഗൗരവതരമായ ബഹുമാനം നജറാനിലെ ക്രിസ്ത്യാനികളുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം പ്രാർത്ഥിക്കാൻ സമയമായി വന്നപ്പോൾ അവർക്ക് പായ വിരിച്ചു കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്ന ഒരു തലം. എന്ന് വെച്ചാൽ അയൽക്കാരനെയും മറ്റുള്ളവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതിനല്ലേ പറയുന്നത് മാനവികത. ഞാൻ പറയും, ഈ മതഗ്രന്ഥങ്ങളൊക്കെ കാഴ്ചയില്ലാത്തവരുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് മൗലികവാദമായിട്ട് മാറി. കാഴ്ചയുള്ള മനുഷ്യർ രൂപപ്പെടുത്തിയ മഹത്തായ ദർശനത്തെ കാഴ്ച നഷ്ടപ്പെട്ടവർ വികലമാക്കി തീർത്തു. അതിനെ പൊളിച്ചെഴുതണം. അതുകൊണ്ട് ഞാൻ പറയും, ഭാരതം അതിന്റെ വേദദർശനങ്ങളിലേക്കും ക്രൈസ്തവർ അവരുടെ ദർശനങ്ങളിലേക്കും മുസ്ലിംകൾ അവരുടെ ദർശനത്തിലേക്കും കണ്ണു തുറന്ന് ശരിയായി നോക്കേണ്ട ഒരു കാലത്തിന്റെ നടുവിലാണ് നമ്മളിപ്പോ ജീവിക്കേണ്ടത്. കണ്ണടഞ്ഞു പോയ, ജ്ഞാനത്തിന്റെ കണ്ണടഞ്ഞു പോയ, വിവേകത്തിന്റെ കണ്ണടഞ്ഞു പോയ ഒരുപറ്റം മനുഷ്യരുടെ കയ്യിൽ ഇതിന്റെ വ്യാഖ്യാനം അകപ്പെട്ടു പോയപ്പോൾ സംഭവിച്ച തകർച്ചയിൽ നിന്ന് ഇതിനെ ഔന്നത്യ ഭാവങ്ങളിലേക്ക് ഉയർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് പുതിയ കാലത്തെ പഠനങ്ങൾക്കും സംവാദങ്ങൾക്കും രൂപപ്പെടേണ്ടത്. അവിടെയാണ് മാനവികത സമാഗതമാകുന്നത്. അതുകൊണ്ട് ആ ഒരു തലം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പറയുന്നത് അയൽക്കാരെന്ന് പറയുമ്പോ ഇന്ന മതത്തിൽപ്പെട്ട അയൽക്കാരെന്ന് നബി പറയുന്നില്ല. നിന്റെ അയൽക്കാരനോട് ആദരവ് കാണിക്കണം, അവന് പരിഗണന കൊടുക്കണം. അല്ലാത്തവൻ വിധി നാളിൽ നീ സൃഷ്ടാവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടവരും. നോക്കിക്കേ, അപ്പോൾ മനുഷ്യരെ ശല്യപ്പെടുത്തുന്നത് പടച്ചവനെയാണെന്ന് പറയാന്ന് പറഞ്ഞെന്നായിരിച്ചു. മനുഷ്യരെ ശല്യപ്പെടുത്തുന്നവൻ ആരെയാണ് ശല്യപ്പെടുത്തുന്നത്? ദൈവത്തെ. ഒരു മനുഷ്യനെങ്കിലും വേദന കൊടുത്താൽ അത് കാരണം എന്തറിയോ?
ദൈവത്തിന് എല്ലാവരും മക്കളാണ്. പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ അലിഗറിയുണ്ട്. അതിങ്ങനെയാണ്, നിന്റെ ശരീരത്തിലെ ഒരവയവത്തിന് നൊന്നാൽ ആ വേദന മുഴുവൻ സഹിക്കുന്നത് എന്തായിരിക്കും? ആ ശരീരം മുഴുവൻ. നിന്റെ ലിവറിന് ക്യാൻസർ വന്നാൽ ബാക്കി എല്ലാ അവയവങ്ങളും സ്വസ്ഥമായിരിക്കും. ഹൃദയത്തിന് ക്യാൻസർ വന്നാൽ മറ്റവയവങ്ങളൊക്കെ സ്വസ്ഥമായിരിക്കും? ഇല്ല. ഒരവയവത്തിന് സംഭവിക്കുന്ന അപജയം പോലും മുഴുവൻ ഗാത്രത്തെയും ബാധിക്കുമെന്ന് പറയുന്നത് പോലെ പറയുകയാണ്, മനുഷ്യരെ ശല്യപ്പെടുത്തുന്നവൻ ദൈവത്തെ ശല്യപ്പെടുത്തുന്നതിന് തുല്യമാണെന്നുള്ള തലം നമ്മൾ ഓർക്കേണ്ടത് അനിവാര്യമാണ്.